പിന്നെ ചെയ്യണമെങ്കിൽ നല്ല കണ്ടന്റ് ആയിരിക്കണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കാം. ശ്രീരാജാന്നേ ചിരിക്കാനൊന്നുമില്ല. പിന്നെ 2012 നേരത്തെ പറഞ്ഞല്ലേ, 2012 നമ്മുടെ ഈ റീൽസും ഷോർട്സും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞു അപ്പൊ തുടങ്ങിയതാണ്. ലാഗാവണോണ്ടല്ലേ പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെയോ വലിയ സംഭവമായി നിന്നിട്ടല്ല പറയുന്നത്, അങ്ങ് തോൽവിയിൽ നിന്നിട്ടാണ് പറയുന്നത്. അത് അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ കണ്ടിന്യൂഷനാണ് എല്ലാത്തിനും വിജയം. കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നത് പോലെ നമുക്കുള്ളിലുള്ള ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ കൊണ്ട് പറ്റും, ഈസിയായി പറ്റും നമ്മൾ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞ 2012 ഈ റീൽസും ഷോർട്സും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ നോക്കിയയുടെ ഒരു ഫോണും കൊണ്ടുവന്നിട്ട്, ഒരു കുറേ കീപാഡുള്ള ഫോണാണ്. ആ ഫോണിൽ കൊണ്ടുപോയി അതിൽ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയ്ക്ക് എന്ന് വെച്ചാൽ ഒരു വീഡിയോ, ഒരു പാടം പൂത്ത കാലം, അങ്ങനെയുള്ള പാട്ടിനെയൊക്കെ നമ്മൾ വീഡിയോ ആക്കി, എന്ന് വെച്ചാൽ നമ്മൾ അതിൽ അഭിനയിച്ചിട്ട് മ്യൂസിക് ആയിട്ട് കയറ്റും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2014 ആയപ്പോഴത്തേക്ക് ലൂസേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 2014 അത് കഴിഞ്ഞ് അന്ന് നമുക്കൊന്നും അറിഞ്ഞൂടാ. യൂട്യൂബിൽ എടുത്താൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എന്തൊരു ചെയ്യണം, ഇത് എവിടെ ഇടണം, എൻ്റെ ചുമ്മാ എടുത്ത് എവിടെയെങ്കിലും ഭയങ്കര വയ്ക്കും. എനിക്കോട് ഈ 2014 ഇപ്പൊ 12 വർഷം ആയെങ്കിലും ആ വീഡിയോ എടുത്തിട്ട് കുറേ വർഷമാവും. വീഡിയോ എടുത്ത് സൂക്ഷിച്ച് വെച്ച്, എന്ന് വെച്ചാൽ അന്ന് CD റൈറ്റ് ചെയ്ത് ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ പറ്റുമെന്ന് അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. CD റൈറ്റ് ചെയ്തിട്ട് വീടുകളിലൊക്കെ കൊണ്ടുപോകുന്നു, അവരുടെയൊക്കെ വീടുകളിൽ ഇടുന്നു, കാണുന്നു, നമ്മളും കൂടെ ഇരുന്ന് കാണുന്നു, ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ആ ഷോർട്ട് ഫിലിം തന്നെ നമ്മൾ ഇവിടെ അടുത്ത് നമ്മളെ വെഞ്ഞാട് സിന്ധു തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററിൽ അന്ന് ഇപ്പോഴത്തെ പോലെ വലിയ റിലീസും ഒന്നും അങ്ങനെ പറഞ്ഞ കാലഘട്ടമല്ല. അപ്പം നമ്മളൊരു ബന്ധമൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ഇട്ട് നമ്മളെ പയ്യന്മാരെല്ലാം കയറി കയ്യടി പോകണം. അതൊക്കെ ഒരു വല്ലാത്ത ഒരു ഓർമ്മയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഈ കണ്ടിന്യൂഷൻ ഇല്ലായ്മയെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പറഞ്ഞത് നമ്മൾ എനിക്കൊണ്ട് വീഡിയോ ചെയ്യണത് 2016 16 ബിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ഒരു കഥയുണ്ട്, നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓഫീസിൽ പോകാൻ ഉറങ്ങുന്നു, എണീക്കുന്നു, അപ്പോൾ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നു, പിന്നെ ഓരോ വീടുകളിൽ പോയി അലയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ആ സാധനത്തിൽ ഫസ്റ്റ് 2 ഷോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ സീനുണ്ട്. ആ സീനിൽ ഞാൻ ഇങ്ങനെ ഓടി പടിയിൽ ഇങ്ങനെ താഴെ ഇറങ്ങുന്ന സീനുണ്ട്. അത് നമ്മൾ വേറെ കൂട്ടാൻ്റെ വീട്ടിൽ വെച്ചാണ് എടുത്തത്. അപ്പം അവിടെ വെച്ച് അവൻ്റെ ഷൂ എടുത്തിട്ടാണ്, അപ്പോൾ ഷൂവിൻ്റെ കണക്കല്ലായിരുന്നു, ഞാൻ എടുത്ത് ചാടുമ്പോൾ ഷൂ അങ്ങ് തെറ്റുന്നു, ഞാനും കൂടെ കാല് വളഞ്ഞ് ലിഗമെന്റ് ഫ്രാക്ചർ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അത് കണ്ടിന്യൂസ് ബാക്കി എടുത്ത് നമ്മളത് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സിനിമയായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ തുടക്ക സമയത്ത് ഈ വീഡിയോ 500 MB നെറ്റ് ചെയ്യണ കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 16 അങ്ങനെയല്ല, അന്ന് നമ്മൾ എടുത്ത് സാധനം യൂട്യൂബിലൊക്കെ ഇട്ട് 4000 പേരൊക്കെ കണ്ടു. 4000 പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇപ്പോഴും 4000 പേരെന്ന് പറഞ്ഞ സംഭവം, 4000 പേര് ഒരു ഗ്രൗണ്ടിൽ പിടിച്ച് നിർത്തി എത്ര പേരാണ്, വലിയ ആൾക്കാരാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പയ്യന്മാരെല്ലാം കൂടെ സെറ്റായി 2020 ഒരു എന്താണ് കൊറോണ കാലഘട്ടം. കൊറോണ സമയത്ത് കൊറോണയുടെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട്, കൊറോണ ഈ ലോക്ക്ഡൗണിന്റെ ക്രൂഷ്യൽ സിറ്റുവേഷൻ അല്ലാതെ ബ്രേക്കായിട്ട് ഒരു ചെറിയ അയവ് വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഇതേപോലെ എല്ലാവർക്കും ഫ്രീ കിട്ടുന്ന ടൈമിൽ വീഡിയോ ചെയ്ത് ഒരു ചാനലൊക്കെ തുടങ്ങി. ഒക്ടോബർ എന്റർടൈൻമെന്റ്സ് എന്നായിരുന്ന ചാനലിന്റെ പേര്. ചാനൽ തുടങ്ങി, അതിൽ വീഡിയോ ഇട്ടു. 4000 സബ്സ്ക്രൈബർ, 6000 സബ്സ്ക്രൈബർ അടുപ്പിച്ച് ആയി. വീണ്ടും ബ്രേക്കായി. ഇങ്ങനെ നിന്ന് പിന്നെന്തോന്നു, പിന്നെ നിന്നെന്ന് പറഞ്ഞാൽ വെറുതെ നിന്നല്ല, എല്ലാവരുടെയും എന്താണ് സാഹചര്യം ഉണ്ടല്ലോ, ജോലി, അതായത് ഈ ലോക്ക്ഡൌണും ഇതെല്ലാം അങ്ങ് നിന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും പുറത്തു പോകേണ്ട സാഹചര്യം വന്നു. നമ്മുടെ കൂടെയുള്ള ബിച്ചു പുറത്ത് ഗൾഫിൽ പോയപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിച്ചു ആയിരുന്നു മെയിനായിട്ട് ക്യാമറയും വീഡിയോ എടുക്കാനൊക്കെ. അപ്പൊ ആ ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ വേണ്ട, എല്ലാം ഇതായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇത് മുമ്പ് അവിടെ നിന്ന് പിന്നെ എന്താണ് ഇതിന് മുമ്പുള്ള പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ ഈ ലൂസേഴ്സ് ആയാലും ഈ ഡേ ഹാർഡ് അങ്ങനെ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഈ ഷോർട്ട് ഫിലിം കൊണ്ടുവന്ന് ഇത് വീടുകളിൽ കൊണ്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞില്ല. കാണിക്കുന്ന സമയത്തൊക്കെ അവരാതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത് അവരാതെന്ന് പറയണം. ഈ 2020 നമ്മളോട് ഒരുപാട് പേര് വന്ന് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ വന്ന് അങ്ങനെയൊക്കെ വന്ന് വന്നവർ തന്നെ മുമ്പ് നമ്മളെ അങ്ങേ അറ്റം അവരാധിച്ചിട്ടുണ്ട്. പിന്നെ അവരതും പണ്ടും നമുക്കൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് 2022 നമ്മൾ വീണ്ടും
വീഡിയോ ഇട്ട് തുടങ്ങി, വീഡിയോ ചെയ്തു തുടങ്ങി. വീഡിയോ ചെയ്ത് ചെയ്ത് പിന്നെ അത് നമ്മളിപ്പോൾ 6000 അടുപ്പിച്ചുള്ള സബ്സ്ക്രൈബർ നേരെ 20,000 സബ്സ്ക്രൈബറിലെത്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചാനൽ പല ഗ്രോത്ത് ഉണ്ടാക്കി കയറി വരുന്നുണ്ട്, പക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിത് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ആഴ്ചയിൽ 3 വീഡിയോ വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ആഴ്ച 2 ആക്കി, കുറച്ച് ഇതുള്ളവർ 2 ആക്കി. പിന്നെ ഇതായപ്പം ആഴ്ചയിൽ 1 ആക്കി, പിന്നെ മാസത്തിൽ 1 ആയി. പിന്നെ ഇപ്പം വീഡിയോ ഇടാറില്ല, ഇട്ടിട്ട് കുറേ ആളായി. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ഒറ്റ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇപ്പം ഒരു വ്ളോഗറോ അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂവേഷൻ വേണം. കറക്റ്റ് ഒരു സാധനം മറ്റേ ഡെയിലി നമ്മൾ ജോലിക്ക് പോകുന്നത് പോലെ പോയി ഓരോ പോയി ജോലി ചെയ്യുന്നത് പോലെ ദിവസം ഇന്നടിച്ച് ഇന്ന് ഈ സാധനം ചെയ്യണം. അല്ലെങ്കിൽ അഡിഷൻ എന്നല്ല ഞാൻ പറയണത്, ഈ ചെയ്ത് നമ്മളെ ജോലി നമ്മൾ ക്ലിയർ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ചെയ്യാതെ മടി പിടിച്ചിട്ട് ക്യാമറ ഇല്ല അല്ലെങ്കിൽ പിന്നെ ചെയ്യണമെങ്കിൽ നല്ല കണ്ടന്റ് ആയിരിക്കണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്ഷൻ വേണം, ഒരുവിധം പെർഫെക്ഷൻ ഒക്കെ വേണം എന്ന് പറഞ്ഞ് DSLR ക്യാമറയും അല്ലെ മറ്റേ എല്ലാം വന്നതിന് ശേഷം ഞാൻ തുടങ്ങാന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുക. നമ്മൾ തുടങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുവട്ടം ആദ്യം കുറ്റം പറയണവരൊക്കെ പിന്നെ വന്ന് നമ്മളെ കൂടെ തന്നെ കൂടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയും. നമ്മളിൽ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക.